മോഹൻലാലിൻ്റെ കൂടെ ഒരു പടം അഭിനയിച്ചിരുന്നു കുറേ മുമ്പാണ്. അതും ഈ പറഞ്ഞ മാതിരി ഞാൻ മോഹൻലാലിനെ സംബന്ധിച്ച് പോകാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ രാവിലെ 6 മണിക്കാണ് അവിടെ ഞാൻ എത്തുന്നത്. നല്ല മഴയാണ്, പെരും മഴ എന്ന് പറഞ്ഞാൽ പെരും മഴ. ഞാനൊക്കെ ഇങ്ങനെ വിറച്ചും കണ്ടിങ്ങനെ ഇതിൽ നിൽക്കുക. അപ്പം അവിടെ ചെല്ലുന്ന സമയത്ത് എന്താ കാണുന്നത് വെച്ചാൽ ഒരു പുഴേൻ്റെ അത്ര മരം കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാക്കിയിട്ട് പെരും മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടുക്കുണ്ട് തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ട് മോഹൻലാൽ ഇങ്ങനെ പെരും മഴയും കൊണ്ട് രാവിലെ 6 മണിക്ക് ഇങ്ങനെ ഷോട്ട് എടുക്കുക. സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയോ, പുഴേനകത്തേക്ക് നോക്കിയാൽ നമുക്ക് പേടിയാവും, അത്രയും കുത്തുകൾക്കാണ്. കെട്ടിയിട്ടുണ്ടാവും അവിടെ ഇവിടെയൊക്കെ കയറും കഴിച്ച് കെട്ടിയിട്ടുണ്ട്, അപ്പുറം ഇപ്പുറമൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, നിൽക്കണ്ടേ. അപ്പം ഞാൻ ആ ഒരു ഭാഗത്തിങ്ങനെ നിൽക്കുമ്പോണ്ട് MTയുടെ മകള് വരുന്നത്. മകള് വന്നിട്ട് പറഞ്ഞു ഇതെങ്ങനെയൊന്ന് കഴിഞ്ഞിട്ടിയാൽ മതിയായിരുന്നു. കാരണം ഈ പുഴനകത്ത് കൂടെ എന്താ ഒഴുകി വരികയെന്ന് പറയാൻ പറ്റില്ല. പെരുമ്പാമ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാവും, വലിയ പ്രശ്നമൊന്നുമില്ല, പറഞ്ഞാൽ മതിയെന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ബേജാറായിട്ട് പോയതാണ്. ഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഡയറക്ടർമാരൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ ആ ഷോട്ട് കഴിഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കടന്നു പോയിട്ട് രണ്ടാമത് തിരിച്ചു വന്നാൽ നമ്മുടെ ഒപ്പരം അഭിനയിച്ചിരിക്കുന്നല്ലോ എന്നോട് മോഹൻലാല്. അപ്പോൾ ഞാൻ സാർ ഇങ്ങനെ പറയുന്ന ഒപ്പരം അങ്ങോട്ട് പോയി. ഭയങ്കരമായിട്ട് അവരൊക്കെ സമ്മതിക്കണം. ഇതൊക്കെ പറയുമ്പോൾ എല്ലാം തിന്നത് 2 ഡയലോഗ് ഇട്ടാ പറഞ്ഞിട്ട് ഇതിനകത്തുള്ളായിരുന്നു. നരനിൽ നരൻ എന്ന് പറഞ്ഞ സിനിമയിലത്ത് ആകെ 2 ഡയലോഗ് ഇട്ട് ഞങ്ങൾ അന്ന് അങ്ങനെയുള്ള മനുഷ്യരൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇവരൊക്കെ തന്നെ സാധനങ്ങൾ അവരുടെ മനസ്സിൽ ഓർമ്മിച്ച് വെക്കുന്നുള്ള അതൊരു അത്ഭുതം തന്നെയാണ്. പിന്നെ അന്ന് മുഴുവൻ മൂപ്പര് കൂടെ തന്നെയായിരുന്നു ഷൂട്ടുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ലൊരു അനുഭവമായിരുന്നു, നല്ലൊരു കിട്ടലാണ് കിട്ടിയത്. പിന്നെ നമ്മൾ അധികം കൊണ്ട് കയറി കൊണ്ട് സംസാരിക്കാൻ നിന്നില്ല. ആ കണ്ട വിഷയം പിടിക്കണം, ആ ഒരു വർത്താനം കാര്യങ്ങളല്ലാതെ പിന്നെ നമ്മൾ വെറുതെ ഓരോ ബുദ്ധിമുട്ടിക്കേണ്ട. അതെ. ഇപ്പോൾ ഡ്രാമയിലാണെങ്കിലും മൂവീസിലാണെങ്കിലും ഇങ്ങനെ വീട്ടുകാരെയും എല്ലാം ഒഴിവാക്കിയിട്ട് വേണമല്ലോ നമ്മൾ ഓരോ കാര്യത്തിനൊക്കെ പോവാം. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടും എങ്ങനെയാണ് എല്ലാവരും? അതൊരു ഭയങ്കര പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. രണ്ടും കൂടെ ഒപ്പിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഫാമിലിനെയും നമ്മൾ ഒപ്പിച്ച് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഒരുപാട് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് കുറേ വീട്ടിൽ നിന്നുള്ള കുറേ സപ്പോർട്ടിനെ കൊണ്ട് തന്നെയാണ്. പക്ഷേ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് 90% ലോസപ്പയാണ്, ഒന്നും ഇതാവാനില്ല. നാടകത്തിന് പറഞ്ഞാൽ നാടകത്തിന് വരുമാനം ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മളൊന്നും പ്രൊഫഷണൽ നാടകക്കാരല്ല. പ്രൊഫഷണൽ നാടകക്കാർക്കാണ് പിന്നെ അതെ നമ്മൾ അമേച്ചർ നാടക സംഘങ്ങളാണ്. അപ്പം നമ്മൾ കാശ് അങ്ങോട്ട് കൊടുക്കാന്നല്ലാതെ കാശ് അങ്ങോട്ട് കൊടുത്തുകൊണ്ട് കയ്യിൽ നിന്ന് നമ്മളൊക്കെ ഇതിനോടുള്ള പ്രാന്ത് കൊണ്ട് നമ്മൾ സ്റ്റേജിൻ്റെ പൈസ മറ്റേൻ്റെ പൈസ കൊടുക്കാണ്ടാവില്ല, അവസാനം നമ്മളെടുത്ത് കൊടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇതുണ്ടാവുക. ആ ചിലവ് നമ്മൾ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകാനാണ്. ഇത് വീട്ടുകാർക്ക് വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഇത് എത്ര വെച്ചിട്ട് ഇങ്ങനെ വരുമാനം ഇങ്ങനെ ഇല്ലാണ്ടാകുമ്പോൾ വീട്ടുകാരും പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അതിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാലൊക്കെ ഒരുപാട് ഒരു ചെറിയൊരു കാര്യം പറയാം. ഇപ്പം പുസ്തകങ്ങൾ വാങ്ങാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ വാങ്ങാണ്ട് അതുണ്ടാവില്ല. അപ്പോൾ ഓണം പിന്നെ സ്പെഷ്യൽ ഓണം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പുസ്തകച്ചന്ത എന്ന് പറഞ്ഞ നടത്തുന്നുണ്ട്. അന്ന് പുസ്തകത്തിൻ്റെ വില പകുതിയായിരിക്കും, പക്ഷെ വാങ്ങാൻ പൈസ ഉണ്ടല്ല. അപ്പോൾ എന്തായാലും നമ്മൾ എത്രയോ കാലം നോക്കി വെച്ച പുസ്തകമായിരിക്കും അത്, അപ്പോൾ സമയത്ത് വാങ്ങേണ്ടത്. അപ്പോൾ എന്തെങ്കിലും കുട്ടിയൊക്കെ വാങ്ങാനുള്ള പല പുസ്തകത്തിൻ്റെ പൈസ അല്ലെങ്കിൽ മറ്റേ ഇതങ്ങാണ്ട് പെട്ടെന്ന് ഇതെടുത്ത് പിന്നെ വാങ്ങാനാണ് പറ്റില്ല. പക്ഷെ ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുക. വീട്ടിൽ ഉപ്പും മുളകും വാങ്ങാൻ പറഞ്ഞാൽ വാങ്ങാണ്ടിരിക്കുമ്പോഴാണ് ഈ പുസ്തകം കൊണ്ട് വരുന്ന എടുത്ത് വലിച്ചെറിയില്ല ആരായാലും. അപ്പോൾ അത് എവിടെയെങ്കിലും വെക്കാം, എല്ലാം പുറത്തെവിടെയും വെക്കും. 4 ദിവസം കഴിഞ്ഞിട്ട് അത് പുസ്തകത്തിനെ കൊടുത്തിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തുള്ള രീതി. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുറേ. പിന്നെ വൈഫും അങ്ങേയറ്റം ഇതായിരുന്നു കേട്ടോ. നമുക്ക് വൈഫായാലും മക്കളായാലും നമ്മൾ അങ്ങേയറ്റം സപ്പോർട്ടായിരുന്നു. പിന്നെ കാരണം പിന്നെ നമുക്ക് കാശ് കിട്ടി തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ രക്ഷയുള്ളൂ എന്നുള്ള ഒരു തരം ഇതായിരുന്നു.